ഗൈസ് നമ്മളിത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോട് പിടിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കയറുന്ന കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഗൈസ് അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന വല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു വല വീശുണ്ടായിരുന്നു. ആ വലയിലാണ് അതിലത്തെ മീൻ ഇതുവരെ എടുത്ത് തീർന്നിട്ടില്ല. അപ്പം നമ്മൾ അവസാനം നിർത്തിയത് ഇത് നേരത്തെ ഫസ്റ്റ് കണ്ട ക്ലിപ്പിൽ കണ്ട ഏറ്റവും വലിയൊരു മീനെ കിട്ടണ ഇത് വെച്ച് നമ്മൾ ഫസ്റ്റത്തെ ഭാഗം നിർത്തി. ഇനി അതിൽ ഒരുപാട് ഒരു 5-8 ബ്രാല് ഇനിയും കാണുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും ബ്രാല് ഇന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ ചണ്ടി വലിക്കുന്ന സമയത്തൊന്നും വലിയ മീനിൻ്റെ ഒരു ആക്ടിവിറ്റി അതിൽ ഉണ്ടായിരുന്നില്ല. സാധാരണ ഈ ചണ്ടിയൊക്കെ വലിക്കുന്ന സമയത്ത് ചണ്ടി മാറിയ സ്ഥലത്ത് വലിയ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ കിടന്നിട്ട് ഇങ്ങനെ മറയും. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഇതൊന്നും നമുക്ക് അങ്ങനെ കണ്ടില്ല. നമുക്ക് ഇതേ ബ്രാലി കല്ലുത്തിയൊക്കെ ആയിട്ട് ഒരുപാട് മീനുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് വല എടുത്തിട്ട് തൊട്ടിപ്പുറത്തേക്ക് വീശിയിട്ടുണ്ട്, രണ്ടാമത് വല കഴിച്ച സ്ഥലത്തേക്ക്. ഇവിടെ ഒരുപാട് മീനുകളുണ്ട്. നമുക്കങ്ങനെ നമ്മുടെ വലയിൽ നിന്ന് ഒരു 4-5 കിലോ വരാലും അതുപോലെ തന്നെ ഒരു 2-4 കിലോ കല്ലുത്തിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കടൂർ 5-6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇതൊന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് പരമാവധി തന്നെ കൊടുത്തു തീർക്കും. വീടുകളിൽ ചോദിക്കാറുണ്ട് ആൾക്കാർ. ആ ടൈമിൽ മാത്രം ചോദിച്ചാൽ 2-4 ദിവസം മുന്നേ അവർക്ക് വേറെ എവിടെ നിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുക്കുക ചോദിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഇവിടേക്ക് നിർത്തിക്കൊണ്ടു നമ്മുടെ പള്ളിയോടേക്ക്. നമ്മൾ വല വീശിൻ്റെ മേലെ കാറ്റിന് നമ്മൾ ചണ്ടി വാരിയൻ്റെ കച്ചറകൾ, അതായത് അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ പൊട്ടിയതൊക്കെ അങ്ങനെ വന്നു കിടക്കുന്നുണ്ട്. നമ്മളതൊക്കെ ഇങ്ങനെ എന്താ പറയുക സൈഡിലേക്ക് തട്ടി മാറ്റുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടില്ലേ മറ്റേ വല വെച്ച് കൊടുത്ത് കുറച്ച് തുരുമ്പിട്ടിട്ടുണ്ട് പട്ട ഉപയോഗിച്ചിട്ട്. നമുക്ക് കണ്ടില്ലേ കിട്ടിയ ബ്രാലെന്നൊക്കെ പറഞ്ഞ സൈസ് മീൻ തന്നെയാണ് കേട്ടോ. നല്ല കിടിലൻ വരാളിനെ കിട്ടിയുള്ളത്. 1 കിലോന് മേലുള്ളത് 1/2 കിലോ ആ സൈസൊക്കെ ഉള്ള മീനാണ് കൂടുതൽ കിട്ടിയുള്ളത്. പിന്നെ 2-4 കിലോ കല്ലുത്തി. ചെറുതാ. സ്റ്റാൻഡിൻ്റെ മേലേക്കാണ് കടിമിരാല്. ഇതിൻ്റെ പ്രത്യേകത ഇത് കടിക്കും. ഇങ്ങനെ ആക്കുന്നവർ ആടാ കടിക്കുന്നുണ്ട്. മുന്നേ ഞങ്ങൾ കുളമൊക്കെ വാങ്ങിച്ചിട്ട് പറ്റിച്ച് പിടിച്ചായിരുന്നു. കുളമൊന്നുമില്ല, അവിടെ നിർത്തി. ചെറുത് കുഞ്ഞ്. ഗൈസ് നമ്മൾ രണ്ടാമത്തെ വലയിലും അത്ര മോശമെന്നല്ല. അത്യാവശ്യം ബ്രാക്കണ്ണന്മാരും അതുപോലെ തന്നെ കല്ലുത്തി ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കല്ലുത്തിയും കൊണ്ട് എത്ര പിടിച്ചാലും ഉണ്ടാവും, എത്ര പറ്റിച്ച് പിടിച്ചാലും സാമർഥ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കല്ലുത്തിയുടെ സൈസൊക്കെ ഉണ്ടില്ലേ, അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം സൈസിലെ കല്ലുത്തിയാണ് അതൊക്കെ. ചാടി പുറത്തേക്ക് പോയി. അങ്ങനെ നമ്മളിങ്ങനെ മീൻ പിടുത്തം ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ തൊട്ടപ്പിറകിൽ മീൻ പിടിക്കുന്ന തൊട്ടപ്പിറകിൽ ഒരു വീടുണ്ട്. അവിടുത്തെ പയ്യൻ അവൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടിനായിട്ട് വന്നത്. പട്ടിക്കുട്ടിയല്ല, വലിയൊരു നായ. ആള് ഉഷാറാണ്, ആളെല്ലാവരും നല്ല കമ്പനിയാണ്. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, നല്ല കടി കടിക്കും. അത് ഞങ്ങൾ വരുമ്പോൾ ഇടയ്ക്ക് നേരം കുറയ്ക്കാറില്ലാണ് അവിടെ കിടന്നിട്ട്. അങ്ങനെ കൂട്ടിൽ കിടന്നിട്ട് ഭയങ്കര ശൗര്യമാണ്. നമുക്ക് ആ വലയിൽ നിന്ന് ഒരുപാട് കല്ലുത്തികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ അതിനെടുത്തിട്ട് ഇങ്ങനെ മെല്ലെ കൊട്ടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊട്ട പതുക്കെ പതുക്കെ ഇങ്ങനെ നിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്.
അത് ഇങ്ങോട്ട് വന്ന് പണങ്ങിണ്ടാവും. ഇത് വാ തോട് കടിക്കോളത്. ഞാൻ എന്നിട്ട് സാധനത് മീന അത് കല്ലുത്തി പയറ് പണി അത് കൊണ്ടുപോയാ എന്താ വിളിക്കാന് മീൻ ചാടിയുണ്ടോ? ഏയ് ഇല്ല പലപ്പോഴോ അത് മുന്നേ ചാടിൻ്റെ ഇതാണ്. ഗൈസ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ടപ്പലിൽ നമുക്ക് ഒരുപാട് കല്ലുത്തി അതുപോലെ ചെറിയ ബ്രാക്കണ്ണന്മാർ ഇടത്തരം ബ്രാലിലൊക്കെ ആയിട്ട് ഒരുപാട് മീൻ കിട്ടി. അപ്പം നമ്മളത് അവിടെ നിന്ന് എടുത്തു. തൊട്ടപ്പുറത്തേക്ക് വീണ്ടും വല ഒന്ന് വീശിയിട്ടുണ്ട്. നമ്മൾ മൂന്നാമത്തെ വലയാണ് വീശണത്. ഇന്ന് വല്ലതും കിട്ടും നോക്കിയോ? കടുവാണ് മെയിനായിട്ട് കണ്ട് നല്ല എടുത്തിട്ട് ഞാൻ എടുത്തിട്ട് കടു എടുക്കാം. നമ്മളങ്ങനെ മീൻ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത്, അതായത് നമ്മൾ മീൻ പിടിക്കാൻ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ചധികം മീൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മെയിനായിട്ട് വേണ്ടത് കടും കല്ലുത്തിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 5-6 കടുവാണ് വലുതായിട്ടുള്ളത്. പിന്നെ കുറേ എണ്ണത്തിന് നമ്മൾ പിടിക്കാതെ ഒഴിവാക്കി വിട്ടു. അപ്പം നമുക്ക് ഉള്ള കല്ലുത്തി അതുപോലെ തന്നെ കടുവൊക്കെ അവർക്ക് എടുത്ത് കൊടുക്കാം. കടുവിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പരമാവധി കടുവിന് എടുക്കുക, എന്നിട്ട് കല്ലുത്തിന് എടുത്തരാം. പാത്രത്തിൽ കല്ലുത്തി കഴിഞ്ഞു. പാത്രത്തിൽ നാടൻ കല്ലുത്തിയ നാടൻ. അപ്പോൾ അങ്ങനെ അവർ വലിയൊരു കവറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കവറല്ലൊരു ചാക്ക്. അപ്പോൾ നമ്മുടെ ഉള്ള ഒരുവിധം എല്ലാ മീനും നമ്മൾ അതിൽ എടുത്തെടുത്ത് കൊടുക്കുകയാണ്. കല്ലുത്തി കടു പരമാവധി അത്ര അവർക്ക് 2-3 കിലോ വേണം. അപ്പോൾ ഉള്ളത് എത്ര ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് കൊടുക്കണം. നമ്മളടുത്ത് 2-4 കിലോ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തം ഒരു 3 കിലോ അടക്കിയ കല്ലുത്തി കടു കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഉള്ളത് കുറേ ബ്രാലാണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് ബ്രാല് വേണമെന്ന് പറഞ്ഞു. പിള്ളേരെ ഏറ്റവും വലിയ മീനാണ് അവർക്ക് വേണ്ടത്. അത് നമ്മൾ അവരെടുത്ത് കൊടുക്കുകയാണ്. പിള്ളേരെ ഏറ്റവും വലിയ മീൻ നമുക്ക് കണ്ടില്ല, ഒരു 1-200 1-300 വെയിറ്റ് ഉണ്ടാവും. ഒരു ബ്രാലാണ് ഉണ്ടായിരുന്നത്. പിള്ളേരെ ഏറ്റവും വലിയ മീൻ അവർക്ക് കൊടുക്കും. ഇവിടെയൊക്കെ നോക്കട്ടെ. ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മീൻ ആരെടുത്തിട്ട് കടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി. കല്ലുത്തി ഉണ്ടായിക്കോട്ടെ, എത്ര നല്ല കടു ഉള്ളത് ഭയങ്കര മെനക്കടാ. നമ്മളങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് മീൻ വാങ്ങിച്ച ആൾക്കാർ അവിടെ ഭയങ്കര ഡിസ്കഷനിലാണ്. അവർക്ക് പാടത്തെ മീൻ, അതായത് കുളത്തുനിന്നും പാടത്തുനിന്നും തോട്ടുനിന്നൊക്കെ കിട്ടുന്ന മീൻ വറുത്താലാണോ രസം ഉണ്ടാവുക, കറി വെച്ചാലാണോ രസം ഉണ്ടാവുക എന്നുള്ള ചർച്ചയിലാണ്. അപ്പോൾ കുറച്ച് പേര് പറയണു അത് വറുത്താലാണ് രസം ഉണ്ടാവുള്ളൂ, കറി വെച്ചാൽ രസം ഉണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ കാണുന്ന കല്ലുത്തി കടു അതൊക്കെ വറുത്ത് കഴിഞ്ഞാൽ, പക്ഷേ ബ്രാലി കറി വെച്ചാലും വറുത്താലും അത്യാവശ്യം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ്. കഴിച്ചവർക്ക് അറിയാം.
കല്ലുക്കല്ലാന്ന് പറയും തോല് പിടിച്ചാല്. ഞങ്ങളൊക്കെ തോല് പിടിച്ചിട്ട് വെക്കുക. ഈ കല്ലുക്ക് വെക്കല്ല പുറക്ക. ഈ തോന്നിയിലൊന്നും വെച്ചാൽ രുചിയുണ്ടാവില്ല. ഗൈസ് കണ്ടില്ലേ? അപ്പം നമുക്ക് കിട്ടുന്ന കല്ലുത്തിയുടെ ഒക്കെ ഒരു സൈസ് കണ്ടില്ലേ? അത്യാവശ്യം നല്ല സൈസുള്ള കല്ലുത്തി നമുക്ക് ഇനിയും കിട്ടുകൊണ്ടിരിക്കുകയാണ്. അടിയിലേക്ക് പോയി വലിയ കിട്ടുന്നു അടിയിലേക്ക് പോയി കുപ്പിച്ചില്ലുണ്ടല്ലേ? കുറ്റിയാട്ടൊക്കെ വലിയ കിട്ടുക തൊട്ടപ്പം നേരെ അടിക്കും അടി ചേർന്ന് അടിക്ക് കൊടുക്ക പൊന്തട്ട കുറച്ചേരം വീട്ടിൽ നോക്കിയിട്ട് എടുക്കാട്ടോ. ആ മീനുകളൊക്കെ ചോറിനാൻ പോയി. ആരും കിട്ടുന്നില്ലേ? ആരും കിട്ടുന്നില്ല. പെരുന്നാളായ കാരണം എന്തോ മീൻ ഇതായിട്ട് പോയി. മീനുകളൊക്കെ ഒന്ന് ഉഷാറാവട്ടല്ലേ? അതാനു വറക്കന്നെ പോലെ വറുത്തല്ലോ സൂപ്പറല്ല. ഉണ്ട് അവിടെ ഉണ്ടാ ഫുള്ള് കയറും ശക്കര പിടിക്ക് എടുത്തിട്ട് എന്നിട്ട് പുറത്തേക്കാടാ. ഏയ് കളയണ്ട. പുറത്തേക്ക് എടുത്തിട്ട് പെറ്റ് വരികയും മെനക്കടാ. 3-4 കിലോ ഉണ്ടാവും. നമ്മുടെ അവിടെ നാട്ടിൽ കൂടുതലല്ലേ ഇവിടെ ഏയ് ഇല്ലല്ല. ആ വേണം കൊണ്ടിടാ കേട്ടോ. ഇവിടെ കിട്ടോ ചേട്ടാ സക്കര ഉണ്ടോ? സക്കര അക്കൗരത്തിലാ അക്കൗരത്തില് ഇട്ടേക്കാം പറ്റുമോ? അത് ഞാൻ എടുത്തു. അരകട ആർപ്പായിട്ടിട്ട് വെള്ളത്തിലിട്ട് നല്ല ഭംഗിയുള്ള മീനാ.